2025 ഒക്ടോബർ മാസം പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക മേഖലയിൽ സമ്മിശ്ര ഫലങ്ങൾ നൽകുന്ന ഒരു കാലഘട്ടമായിരിക്കും. ഗ്രഹങ്ങളുടെ സ്ഥാനവും അവയുടെ സ്വാധീനവും നിങ്ങളുടെ സാമ്പത്തിക തീരുമാനങ്ങളെയും വരുമാനത്തെയും ചെലവുകളെയും പല രീതിയിൽ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഈ മാസം നിങ്ങളുടെ കഠിനാധ്വാനവും ബുദ്ധിപരമായ നീക്കങ്ങളും സാമ്പത്തിക സ്ഥിതിയെ മെച്ചപ്പെടുത്താൻ സഹായിക്കും. എന്നാൽ അപ്രതീക്ഷിത ചെലവുകൾ, നിക്ഷേപങ്ങളിലെ ചില വെല്ലുവിളികൾ എന്നിവയും നേരിടേണ്ടി വന്നേക്കാം. ഓരോ മേഖലയിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വിശദമായി പരിശോധിക്കാം. ഈ മാസം പുണർദം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു പുതിയ ഉണർവ് അനുഭവപ്പെടാം. നിങ്ങളുടെ സാമ്പത്തിക കാഴ്ചപ്പാടുകളിൽ വ്യക്തത വരും. ധനപരമായ കാര്യങ്ങളിൽ കൂടുതൽ ഉത്തരവാദിത്വ ബോധം കാണിക്കും. വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള പുതിയ വഴികൾ കണ്ടെത്തുന്നതിൽ നിങ്ങൾ വിജയിക്കും. എന്നാൽ ഈ മാസം നിങ്ങളുടെ ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ പണത്തിന്റെ ഒഴുക്ക് ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അനാവശ്യമായ ധൂർത്ത് ഒഴിവാക്കണം. ഒരു ബഡ്ജറ്റ് തയ്യാറാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നത് സാമ്പത്തിക അച്ചടക്കം പാലിക്കാൻ നിങ്ങളെ സഹായിക്കും. ചില പഴയ കടങ്ങൾ വീട്ടുന്നതിനും ഇത് നല്ല സമയമാണ്. തൊഴിൽ ചെയ്യുന്ന പുണർദം നക്ഷത്രക്കാർക്ക് ഈ മാസം സാമ്പത്തികമായി ചില നല്ല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ശമ്പള വർധനവ്, പ്രൊമോഷൻ അല്ലെങ്കിൽ പുതിയ തൊഴിലവസരങ്ങൾ എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അംഗീകാരം ലഭിക്കുകയും അത് സാമ്പത്തികമായി ഗുണകരമാവുകയും ചെയ്യും. പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാനും അതിലൂടെ അധിക വരുമാനം നേടാനും സാധ്യതയുണ്ട്. സഹപ്രവർത്തകരുമായി നല്ല ബന്ധം സ്ഥാപിക്കുന്നത് തൊഴിൽ മേഖലയിൽ പുരോഗതി നേടുന്നതിന് സഹായകമാകും. ബിസിനസ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം പുതിയ ഉപഭോക്താക്കളെ നേടുന്നതിനും നിലവിലുള്ള ബിസിനസ് വികസിപ്പിക്കുന്നതിനും ഈ മാസം അനുകൂലമാണ്. ശ്രദ്ധയോടെയുള്ള നീക്കങ്ങളിലൂടെ നല്ല ലാഭം നേടാൻ സാധിക്കും. എന്നാൽ മത്സരങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യത ഉള്ളതിനാൽ വിപണിയിലെ മാറ്റങ്ങളെക്കുറിച്ച് നിരന്തരം പഠിക്കുന്നത് ഗുണകരമായിരിക്കും. ചില പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് അനുകൂലമായ സമയമാണ്. എന്നാൽ എല്ലാ വശങ്ങളും പഠിച്ചു മാത്രം തീരുമാനമെടുക്കാൻ ശ്രദ്ധിക്കുക. ഈ മാസം അപ്രതീക്ഷിത ചെലവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വീടിന്റെ അറ്റകുറ്റപ്പണികൾ, ആരോഗ്യപരമായ ആവശ്യങ്ങൾ അല്ലെങ്കിൽ കുടുംബപരമായ ചില ആഘോഷങ്ങൾ എന്നിവയ്ക്കായി പണം ചെലവഴിക്കേണ്ടി വന്നേക്കാം. ഇത്തരം സാഹചര്യങ്ങൾ മുൻകൂട്ടി കണ്ട് ഒരു എമർജൻസി ഫണ്ട് തയ്യാറാക്കുന്നത് നല്ലതാണ്. ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിനും അനാവശ്യമായ യാത്രകൾക്കും പണം ചെലവഴിക്കാൻ പ്രവണത കാണിക്കാം. ഇത് സാമ്പത്തിക അച്ചടക്കത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ ചെലവുകൾ നിയന്ത്രിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കടബാധ്യതകൾ ഉള്ളവർക്ക് അത് കുറയ്ക്കാൻ ഈ മാസം ചില അവസരങ്ങൾ ലഭിക്കും. കൃത്യമായ ആസൂത്രണത്തിലൂടെ കടങ്ങൾ വീട്ടാൻ സാധിക്കും. പുതിയ കടങ്ങൾ എടുക്കുന്നത് ഈ മാസം പരമാവധി ഒഴിവാക്കണം. എടുത്തേ തീരൂ എന്നുണ്ടെങ്കിൽ അതിന്റെ തിരിച്ചടവ് ശേഷിയെക്കുറിച്ച് കൃത്യമായി വിലയിരുത്തുക. നിക്ഷേപങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മാസം സമ്മിശ്ര ഫലങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. റിയൽ എസ്റ്റേറ്റ് പോലുള്ള ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഇത് നല്ല സമയമാണ്. എന്നാൽ ഓഹരി വിപണി പോലുള്ള ഊഹക്കച്ചവടങ്ങളിൽ ശ്രദ്ധയോടെ ഇടപെടുക. വിദഗ്ധരുടെ ഉപദേശം തേടുന്നത് നിക്ഷേപങ്ങളിലെ നഷ്ടസാധ്യത കുറയ്ക്കാൻ സഹായിക്കും. പുതിയ നിക്ഷേപ പദ്ധതികളെക്കുറിച്ച് പഠിക്കാനും അവയിൽ പണമിറക്കാനും ചിലർക്ക് താല്പര്യമുണ്ടാകാം. എങ്കിലും ആഴത്തിലുള്ള ഗവേഷണവും സാമ്പത്തിക വിദഗ്ധരുമായുള്ള കൂടിയാലോചനയും ഇല്ലാതെ ഒരു തീരുമാനവും എടുക്കരുത്. ബാങ്കിലെ നിക്ഷേപങ്ങൾ, മ്യൂച്വൽ ഫണ്ടുകൾ തുടങ്ങിയ സുരക്ഷിതമായ നിക്ഷേപ മാർഗങ്ങളെക്കുറിച്ച് പരിഗണിക്കാവുന്നതാണ്. ഈ മാസം നിങ്ങളുടെ സമ്പാദ്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള ചില അവസരങ്ങൾ ലഭിക്കും. ചെറിയ തുകകളാണെങ്കിൽ പോലും കൃത്യമായി സമ്പാദിക്കുന്നത് ഭാവിയിൽ വലിയ മുതൽക്കൂട്ടായി മാറും. കുടുംബപരമായ സാമ്പത്തിക കാര്യങ്ങളിൽ ഈ മാസം ചില നല്ല മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുടുംബാംഗങ്ങളുമായി സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ചർച്ച ചെയ്യുകയും ഒരുമിച്ച് തീരുമാനമെടുക്കുകയും ചെയ്യുന്നത് നല്ല ഫലങ്ങൾ നൽകും. മക്കളുടെ വിദ്യാഭ്യാസത്തിനോ വിവാഹത്തിനോ വേണ്ടിയുള്ള നിക്ഷേപങ്ങളെക്കുറിച്ച് ആലോചിക്കാൻ ഇത് നല്ല സമയമാണ്. കുടുംബാംഗങ്ങളുടെ സാമ്പത്തികപരമായ ആവശ്യങ്ങൾക്കായി പണം ചെലവഴിക്കേണ്ടി വന്നേക്കാം. ഇത് നിങ്ങളുടെ സാമ്പത്തിക നിലയെ ചെറിയ തോതിൽ ബാധിച്ചേക്കാം. എന്നാൽ ഇത് സന്തോഷത്തോടെ ചെയ്യുന്നതിലൂടെ മാനസിക സംതൃപ്തി ലഭിക്കും. കുടുംബത്തിൽ ഒരു പുതിയ വരുമാന മാർഗം തുടങ്ങുന്നതിനെ കുറിച്ചും ആലോചിക്കാൻ സാധ്യതയുണ്ട്. ഇത് സാമ്പത്തികമായി കുടുംബത്തിന് ഗുണകരമാകും. ഈ മാസം ചില സാമ്പത്തിക വെല്ലുവിളികൾ നേരിടേണ്ടി വരാം. അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ചില ചെലവുകൾ നിങ്ങളുടെ ബഡ്ജറ്റിന് താളം തെറ്റിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ ഒരു എമർജൻസി ഫണ്ട് എല്ലായ്പ്പോഴും കരുതുന്നത് നന്നായിരിക്കും. പുതിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ അതിന്റെ റിസ്കുകളെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കുക. വിപണിയിലെ ചാഞ്ചാട്ടങ്ങൾ സാമ്പത്തിക നഷ്ടങ്ങൾക്ക് കാരണമായേക്കാം. അതിനാൽ സാമ്പത്തിക വിദഗ്ധരുടെ സഹായം തേടുന്നത് നല്ലതാണ്. പണം കൈകാര്യം ചെയ്യുമ്പോൾ അനാവശ്യമായ തർക്കങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. സാമ്പത്തികപരമായ കാര്യങ്ങളിൽ സുതാര്യത പുലർത്തുന്നത് തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ സഹായിക്കും. നിങ്ങളുടെ വരുമാനവും ചെലവുകളും കൃത്യമായി രേഖപ്പെടുത്തുക. ഒരു ബഡ്ജറ്റ് തയ്യാറാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുക. അനാവശ്യമായ ചെലവുകൾ നിയന്ത്രിക്കുക. ലഭിക്കുന്ന വരുമാനത്തിന്റെ ഒരു ഭാഗം എല്ലാ മാസവും സമ്പാദിക്കാൻ ശ്രമിക്കുക. ചെറിയ തുകകളാണെങ്കിൽ പോലും ദീർഘകാലാടിസ്ഥാനത്തിൽ ഇത് വലിയ നേട്ടങ്ങൾ നൽകും. വിവിധ തരം നിക്ഷേപങ്ങളെക്കുറിച്ച് പഠിക്കുകയും ദീർഘകാല ലക്ഷ്യങ്ങളുള്ള നിക്ഷേപ പദ്ധതികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുക. സാമ്പത്തിക വിദഗ്ധരുടെ ഉപദേശം തേടുക. കഴിയുന്നത്രയും കടങ്ങൾ വീട്ടാൻ ശ്രമിക്കുക. പുതിയ കടങ്ങൾ എടുക്കുന്നത് പരമാവധി ഒഴിവാക്കുക. അധിക വരുമാനം നേടുന്നതിനുള്ള സാധ്യതകളെക്കുറിച്ച് ചിന്തിക്കുക. പാർട്ട് ടൈം ജോലികൾ, ഫ്രീലാൻസ് ജോലികൾ, പുതിയ സംരംഭങ്ങൾ എന്നിവ പരിഗണിക്കാം. സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും അറിവ് നേടാനും ശ്രമിക്കുക. ഇത് മികച്ച സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കും. ആരോഗ്യം സാമ്പത്തികമായി പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഈ മാസം നിങ്ങളുടെ ആരോഗ്യത്തിന് പ്രത്യേക ശ്രദ്ധ നൽകേണ്ടതുണ്ട്. അസുഖങ്ങൾ വരുന്നത് അപ്രതീക്ഷിതമായ സാമ്പത്തിക ചെലവുകൾക്ക് കാരണമാകും. അതിനാൽ ആരോഗ്യകരമായ ഭക്ഷണം, വ്യായാമം, മതിയായ വിശ്രമം എന്നിവ ഉറപ്പാക്കുക.
ആരോഗ്യ ഇൻഷുറൻസ് പോളിസികൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇത് അടിയന്തര സാഹചര്യങ്ങളിൽ സാമ്പത്തിക ഭാരം കുറയ്ക്കാൻ സഹായിക്കും. സാമ്പത്തികമായി പണമുണ്ടാക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് മനസ്സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുക എന്നത്. ഈ മാസം സാമ്പത്തികപരമായ കാര്യങ്ങളിൽ സമ്മർദ്ദം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ സംയമനത്തോടെയും ആത്മവിശ്വാസത്തോടെയും കാര്യങ്ങളെ സമീപിക്കുന്നത് നല്ല ബലം നൽകും. ധാർമ്മികമായ മാർഗങ്ങളിലൂടെ പണം സമ്പാദിക്കുന്നതിന് മുൻഗണന നൽകുക. മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്സ് വളർത്തുന്നത് സാമ്പത്തികപരമായ സന്തോഷം വർദ്ധിപ്പിക്കും. ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക. ജ്യോതിഷമനുസരിച്ച് 27 നക്ഷത്രങ്ങളിൽ 7ാമത്തെ നക്ഷത്രമാണ് പുണർദം. നല്ല ധനം അല്ലെങ്കിൽ തിരികെ നൽകുക എന്നെല്ലാമാണ് പുണർദം എന്ന വാക്കിന് അർത്ഥം കൽപ്പിക്കുന്നത്. ഇത് വ്യാഴത്തിന്റെ നക്ഷത്രമാണ്. ദേവഗുരുവായ വ്യാഴമാണ് പുണർദം നക്ഷത്രത്തിന്റെ അപ്പൻ. വ്യാഴത്തിന്റെ സ്വാധീനം ഈ നക്ഷത്രക്കാരെ ജ്ഞാനികളും ശുഭാപ്തി വിശ്വാസക്കാരും ഉദാരമതികളുമാക്കുന്നു. പുണർദം നക്ഷത്രത്തിന്റെ ദേവത അതിഥിയാണ്. അതിഥിയെ അമ്മദേവയായി കണക്കാക്കുന്നതിനാൽ ഈ നക്ഷത്രക്കാർക്ക് മാതൃതുല്യമായ സ്നേഹവും വാത്സല്യവും ഉണ്ടാകും. വ്യാഴത്തിന്റെ സ്വാധീനം കാരണം ഇവർക്ക് അറിവിനോട് വലിയ താല്പര്യമുണ്ടാകും. നന്നായി പഠിക്കാനും പുതിയ കാര്യങ്ങൾ അറിയാനും ഇവർ ശ്രമിക്കും. ഏത് കാര്യത്തെക്കുറിച്ചും ആഴത്തിൽ മനസ്സിലാക്കാൻ ഇവർക്ക് കഴിവുണ്ടാകും. ജീവിതത്തിൽ എപ്പോഴും നല്ലതിനെക്കുറിച്ച് ചിന്തിക്കുന്നവരാണ് പുണർദം നക്ഷത്രക്കാർ. പ്രതിസന്ധികളിലും ഇവർക്ക് പ്രതീക്ഷ കൈവിടാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. മറ്റുള്ളവരോട് സ്നേഹവും ദയയും കാണിക്കുന്നവരാണിവർ. സഹായം ആവശ്യമുള്ളവരെ സഹായിക്കാൻ ഇവർക്ക് മടിയില്ല. സത്യം മാത്രം പറയുന്നവരും നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവരുമാണിവർ. തെറ്റായ കാര്യങ്ങളെ ഇവർ എതിർക്കും. ഇവരുടെ സത്യസന്ധത കാരണം മറ്റുള്ളവർക്ക് ഇവരെ വിശ്വസിക്കാൻ സാധിക്കും. ആത്മീയ കാര്യങ്ങളിൽ ഇവർക്ക് വലിയ താല്പര്യമുണ്ടാകും. ദൈവവിശ്വാസികളും ആചാരങ്ങളെ മാനിക്കുന്നവരുമായിരിക്കും. ധ്യാനം, പ്രാർത്ഥന എന്നിവയിൽ ഇവർ സമയം കണ്ടെത്തും. നന്നായി സംസാരിക്കാൻ കഴിവുള്ളവരാണിവർ. ആളുകളുമായി എളുപ്പത്തിൽ ഇടപഴകാനും നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാനും ഇവർക്ക് സാധിക്കും. പുതിയ മാറ്റങ്ങളെയും ആശയങ്ങളെയും ഇവർ സ്വാഗതം ചെയ്യും. പഴയ ചിന്താഗതികളിൽ ഒതുങ്ങി നിൽക്കാതെ പുതിയ ലോകത്തിനനുസരിച്ച് മാറാൻ ഇവർ തയ്യാറാകും. കുടുംബവും ബന്ധങ്ങളും ഇവർക്ക് വളരെ വലുതാണ്. കുടുംബാംഗങ്ങൾക്ക് വേണ്ടി എന്ത് ത്യാഗം സഹിക്കാനും ഇവർ തയ്യാറാകും. പുണർദം നക്ഷത്രക്കാർക്ക് ചേർന്ന ചില തൊഴിൽ മേഖലകൾ നോക്കുമ്പോൾ അറിവ് പങ്കുവെക്കാൻ താല്പര്യമുള്ളതിനാൽ അധ്യാപന മേഖല ഇവർക്ക് വളരെ അനുയോജ്യമാണ്. മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനോഭാവവും നല്ല സംഭാഷണ ശേഷിയും കാരണം കൗൺസിലിംഗ് പോലുള്ള മേഖലകളിൽ ഇവർക്ക് ശോഭിക്കാൻ കഴിയും. സാമ്പത്തിക കാര്യങ്ങളിൽ സൂക്ഷ്മതയുള്ളതിനാൽ ഈ മേഖലയും ഇവർക്ക് അനുയോജ്യമാണ്. ആത്മീയ താല്പര്യങ്ങൾ കാരണം ഈ മേഖലയിലും ഇവർക്ക് ശോഭിക്കാൻ കഴിയും. സത്യസന്ധതയും നീതിബോധവും ഉള്ളതിനാൽ മാധ്യമ മേഖലയിലും ഇവർക്ക് ശോഭിക്കാൻ കഴിയും. ദയയും ഉദാരതയും ഉള്ളതിനാൽ സാമൂഹിക സേവന മേഖലകളിൽ പ്രവർത്തിക്കാൻ ഇവർക്ക് താല്പര്യമുണ്ടാവും. വ്യാഴത്തിന്റെ ദേവനായ മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുന്നത് വളരെ ഉത്തമമാണ്. ഗുരുവായൂരപ്പനെ ദർശിക്കുന്നതും വഴിപാടുകൾ നടത്തുന്നതും പുണർദം നക്ഷത്രക്കാർക്ക് ഐശ്വര്യം നൽകും. എല്ലാ ദിവസവും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് വ്യാഴദോഷങ്ങളെ കുറയ്ക്കാൻ സഹായിക്കും. വ്യാഴാഴ്ചകളിൽ വ്രതമെടുക്കുന്നത് വ്യാഴഗ്രഹത്തിന്റെ ദോഷഫലങ്ങളെ കുറയ്ക്കും. ഈ ദിവസം മഞ്ഞ വസ്ത്രം ധരിക്കുന്നതും മഞ്ഞൾ, കടല, നെയ്യ് എന്നിവ ഉപയോഗിച്ചുള്ള ഭക്ഷണം കഴിക്കുന്നതും നല്ലതാണ്. ഗണപതിയെ ഭജിക്കുന്നത് വിഘ്നങ്ങൾ നീക്കി കാര്യങ്ങൾക്ക് ശുഭകരമായ ഒഴുക്ക് നൽകും. വിഷ്ണു ക്ഷേത്രങ്ങളിലും ദേവീക്ഷേത്രങ്ങളിലും സ്ഥിരമായി ദർശനം നടത്തുക. വ്യാഴം, തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ്. വ്യാഴത്തിന്റെ രത്നമായ മഞ്ഞ പുഷ്യരാഗം ജ്യോതിഷിയുടെ നിർദ്ദേശപ്രകാരം ധരിക്കുന്നത് വ്യാഴത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കാനും ദോഷങ്ങളെ അകറ്റാനും സഹായിക്കും. ഇത് സ്വർണത്തിൽ മോതിരമായി ധരിക്കുന്നതാണ് ഉത്തമം. വ്യാഴാഴ്ചകളിൽ പാവപ്പെട്ടവർക്ക് ഭക്ഷണം, വസ്ത്രം, മഞ്ഞ നിറത്തിലുള്ള വസ്തുക്കൾ എന്നിവ ദാനം ചെയ്യുന്നത് വളരെ നല്ലതാണ്. അമ്പലങ്ങളിൽ പുസ്തകങ്ങൾ ദാനം ചെയ്യുന്നതും നല്ലതാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സഹായിക്കുന്നതും വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നൽകുന്നതും വ്യാഴപ്രീതിക്ക് ഉത്തമമാണ്. 2025 ഒക്ടോബർ മാസം പുണർദം നക്ഷത്രക്കാർക്ക് സാമ്പത്തികപരമായ ചില വെല്ലുവിളികൾക്കൊപ്പം അവസരങ്ങളും നിറഞ്ഞ ഒരു മാസമായിരിക്കും. കൃത്യമായ ആസൂത്രണം, കഠിനാധ്വാനം, വിവേകപൂർണമായ തീരുമാനങ്ങൾ എന്നിവയിലൂടെ നിങ്ങൾക്ക് സാമ്പത്തികമായി നല്ലൊരു മുന്നേറ്റം നേടാൻ കഴിയും. അനാവശ്യമായ ധൂർത്ത് ഒഴിവാക്കുകയും സമ്പാദ്യത്തിന് മുൻഗണന നൽകുകയും ചെയ്യുക.